Hi everyone. So in this video we are going to discuss CA Inter Income Tax RTP which is applicable for September 2024, and already we have done GST RTP which is also applicable for September 2024. That is there in the what we say channel, so you can just watch it. So anyway, നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, നമ്മളുടെ ഇതിലേക്ക് വരാം, ഡിസ്കഷനിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങളുടെ കൈവശം വേണ്ട റിസോഴ്സസ്, ഇപ്പോൾ ഞാൻ ജി എസ് ടിൻ്റെ കേസിൽ പറഞ്ഞത് ഒന്ന് നമ്മളുടെ ബുക്ക് ജി എസ് ടി ബൂസ്റ്റർ RTP. ഇവിടെ നമുക്ക് ഇൻകം ടാക്സ് ബൂസ്റ്റർ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ തൽക്കാലം നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ യു ഹാവ് ടു ഹാവ് വാട്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് വേണ്ടത് ഒന്ന് നമ്മളുടെ ഇൻകം ടാക്സിൻ്റെ ബുക്ക് ഉണ്ടാവും. ദിസ് ആപ്ലിക്കബിൾ ഫോർ സെപ്റ്റംബർ 24 Jan 25. ആ ബുക്ക് വേണം, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ബുക്കാണ് കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് RTP. നിങ്ങളുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും RTP. ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ്ലി സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഒരു നമ്മളുടെ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. മിസ്റ്റർ നവീൻ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, യു ഹാവ് ടു കീപ്പ് യുവർ calculator ready and a notebook ready. Okay, Mr. Naveen, aged 40 years, is engaged in manufacturing business. Follow Mercantile system of accounting. The details pertaining to business for the year ending 31/3/2024 is under. Capital received is given, turnover is given, amount received in cash out of turnover, amount received in cash out of capital received, and amount received through account paycheck and NEFT and other prescribed mode or other before the specified date under 139(1), and total payment and cash payment out of total payment, net profit as per books of accounts, and analysis of the profit and loss account for the year ended 31/3. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് വായിക്കണം എന്നില്ല. ആദ്യം വായിക്കരുത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ എന്താ പറയുക, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കേസ് സിനാരിയോ വായിക്കും. കാരണം അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് വായിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചോദിക്കുന്നത്, ഈസ് മിസ്റ്റർ നവീൻ എലിജിബിൾ ഡിക്ലെയർ ഇൻകം അണ്ടർ പ്രിസംപ്റ്റീവ് ബേസിസ്. അപ്പോൾ ഇയാളൊരു മാനുഫാക്ചറിങ് ബിസിനസ് ആണ്. അപ്പോൾ അയാൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് 44 AD ആണ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, 44 ADൻ്റെ കോൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം റെഫർ ചെയ്യാം. ഓക്കെ, എവരി വൺ ടേക്ക് ക്വസ്റ്റ്യൻ നമ്പർ എന്താണ് 44 AD നമുക്ക് എടുക്കാം. അപ്പോൾ PGBP ചാപ്റ്ററിൽ ഇഫ് യു ടേക്ക് ദ PGBP ചാപ്റ്റർ, ഓക്കെ, PGBP നമുക്കറിയാം, ഇത് HP ആണല്ലേ. PGBP എവിടെയാണ്? ഓക്കെ, PGBPൻ്റെ കേസിൽ നമുക്കറിയാം PGBPയിൽ 44 AD എവിടെയാണ്? ഓക്കെ, 44 AD കം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, 44 AD എടുക്കാം. ചേട്ടാ പോയി അർജൻറ്റായിട്ട് തരുമ്പോൾ കാണണമല്ലോ. ഓക്കെ, ഇപ്പോൾ കമ്പൽസറി ഓടിയിട്ടുണ്ട്. ദെൻ 44 AD അല്ലേ. 44 AD ആർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുക? അവർ ടേൺ ഓവർ 200 ലക്ഷം എന്ന് വെച്ചാൽ 2 കോടിൻ്റെ താഴെയാണ്. പക്ഷേ 300 ലക്ഷം എന്ന് വെച്ചാൽ 3 കോടിൻ്റെ താഴെയാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ പറയുന്നുണ്ട് ക്യാഷ് റെസിപ്റ്റ് എത്ര കൂടാൻ പാടില്ല, 5% കൂടാൻ പാടില്ല. ഇപ്പോൾ നമ്മളുടെ എക്സാമ്പിൾ എത്രയാണ്, അവർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇയാൾക്ക് ക്യാപിറ്റൽ റെസിപ്റ്റ് ഒരിക്കലും ടേൺ ഓവർ അല്ല, അത് നോക്കണ്ട. ടേൺ ഓവർ എത്രയാണ്, 2.8 കോടി. 2.8 കോടി എന്ന് പറയുമ്പോൾ 2 കോടിൻ്റെ മുകളിലുണ്ട്, പക്ഷേ 3 കോടിൻ്റെ താഴെയാണ്. അപ്പോൾ 3 കോടിൻ്റെ താഴെയാണെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. 2 കോടിൻ്റെ മുകളിലാണെങ്കിലും ഓപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഈ ക്യാഷ് എമൗണ്ട് എത്ര കൂടാൻ പാടില്ല, 5% കൂടാൻ പാടില്ല. അപ്പോൾ നോക്ക് നിങ്ങൾ 2.8 crore, അതായത് 8 കോടി ഡിവൈഡ് ബൈ 2.8 അല്ലേ. അപ്പോൾ എത്ര വരിക, 8 കോടിയിലെ 8 ലക്ഷം. ഓക്കെ, 8 lakh ഡിവൈഡ് ബൈ 280 lakh ഇൻറ്റു 100. ഇപ്പോൾ എത്ര പെർസെൻറ്റ് വരിക, 2.85 അല്ലേ. ദ ക്യാഷ് റെസിപ്റ്റ് ഈസ് ഓൺലി 2.85%, വിച്ച് ഇസ് ലെസ് ദാൻ 5%. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ കണ്ടീഷൻ ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഹീസ് എലിജിബിൾ അല്ലേ, ഹീസ് എലിജിബിൾ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഫസ്റ്റ് വൺ, യെസ് ദ അഗ്രിഗേറ്റ് റെസിപ്റ്റ് ഡു നോട്ട് എക്സീഡ് 5% ഓഫ് ദ ടോട്ടൽ പേയ്മെൻറ്റ് റിസീവ്ഡ്, അതുകൊണ്ട് ഹീസ് എലിജിബിൾ. അപ്പോൾ നമുക്ക് നോക്കാം ആൻസർ എന്താണ്, ഫസ്റ്റത്തിൻ്റെ C ആണ് അല്ലേ. ഓക്കെ, C ആണ്, ഡു നോട്ട് എക്സീഡ്, യെസ് സിൻസ് എമൗണ്ട് ഇസ് ഇൻ ക്യാഷ് ഡ്യൂറിംഗ് ദ പീരിയഡ്, യെസ് സിൻസ് ദ എമൗണ്ട് aggregate cash received during the year do not exceed 5% of total amount. ടോട്ടൽ എമൗണ്ട് റിസീഡ് അല്ല. ഓക്കെ, നമ്മൾ വായിക്കുന്ന സമയത്ത് അത്രയും കോഷ്യസ് ആവണേ. കാരണം ഇവിടെ നോക്കി നിങ്ങൾ സിൻസ് അഗ്രഗേറ്റ് ക്യാഷ് റിസീവ് ഡ്യൂറിംഗ് ദ ഇയർ ഡു നോട്ട് എക്സീഡ് 5% ടോട്ടൽ എമൗണ്ട് റിസീവ്ഡ്,
അത് തെറ്റാണ് അല്ലേ, ഞാൻ മിസ്റ്റേക്ക് വരുത്തിയാണ്. കാരണം വെച്ചാൽ നമുക്ക് ഏതിൻ്റെ 5% കൂടാൻ പാടില്ല നമ്മൾ പഠിച്ചത്? ടോട്ടൽ ടേൺ ഓവറിൻ്റെ 5% കൂടാൻ പാടില്ല അല്ലേ. അപ്പോൾ അത് കറക്റ്റാണ്. കാരണം വെച്ചാൽ എന്താണ്, സിൻസ് ദ എമൗണ്ട് റിസീവ്ഡ് ഇൻ ക്യാഷ് during the year do not exceed 5% of turnover. Do not exceed 5% of turnover ആണ്, അല്ലാതെ ടോട്ടൽ എമൗണ്ടിൻ്റെ 5% അല്ല, ടേൺ ഓവറിൻ്റെ 5%. അപ്പോൾ നമുക്ക് നിങ്ങൾ ഒരു ഓപ്ഷൻ ഉണ്ടാക്കുന്ന നോക്ക്, നമ്മൾ ചെറിയ രീതിയിൽ അല്ലേ നമ്മൾ കൺഫ്യൂഷൻ ആക്കും. അപ്പോൾ ഇത് ഞാൻ ഇത് വായിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ്, നമ്മൾ ഇത് മാത്രം കണ്ടു, ഇത് കണ്ടില്ലെങ്കിൽ നമ്മൾ ഓഫ് കോഴ്സ് നമ്മളിത് ഓപ്റ്റ് ചെയ്യും. പക്ഷെ അങ്ങനെയല്ല, കാരണം വെച്ചാൽ അതിൻ്റെ താഴെ വേറൊരു സംഭവം വരുന്നുണ്ട്, അതാണ് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സെറ്റ്. അപ്പോൾ എനിക്ക് മിസ്റ്റേക്ക് വരുത്താം, നിങ്ങൾ മിസ്റ്റേക്ക് വരുത്താൻ പാടില്ലേ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഞാൻ ഓൾറെഡി CA പാസ്സായതാണ്, ഇനി എനിക്ക് മിസ്റ്റേക്ക് വരുത്താം. പക്ഷേ നിങ്ങൾ CA പാസ്സാകും അല്ലെങ്കിൽ CMA പാസ്സാകാൻ നിൽക്കുന്ന ആളാണ്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല. ഇനി നിങ്ങളോട് ചോദിക്കുന്നത് വാട്ട് വുഡ് ബി യുവർ ആൻസർ ടു MCQ നമ്പർ 1. അതായത് ഇതിൽ എന്താണ്, അസ്യൂമിങ് ഫോർ ദ പർപ്പസ് ഓഫ് ആൻസറിങ് ദിസ് MCQ ആൻഡ് MCQ 3. ക്വസ്റ്റിൻ്റെ ഇത് മനസ്സിലാക്കാം. അതായത് ഇപ്പോൾ അവർ തരുന്നൊരു അഡീഷണൽ ഇൻഫർമേഷൻ, അത് ഈ MCQ, അതായത് രണ്ടാമത്തെ MCQ മൂന്നാമത്തെ MCQ നിങ്ങളത് നോക്കണം. Mr. Evan additionally received 10 lakh by way of crossed check out of turnover during the year. നോക്ക് നിങ്ങൾ, അതിലേക്ക് എത്രയാണ് ക്യാഷ് റെസിപ്റ്റ് കിട്ടിയിട്ടുള്ളത്? ക്യാഷ് റെസിപ്റ്റ് കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 8 ലക്ഷമാണ്. അതിൻ്റെ കൂടെ ഒരു 10 ലക്ഷം കൂടെ എന്ത് ചെയ്തു? ക്രോസ്ഡ് ചെക്കിൽ കിട്ടി. ക്രോസ്ഡ് ചെക്ക് കിട്ടി. ഞാൻ ഒരു തിയറി ഞാൻ കാണിച്ചു തരാം. അവിടെ പറഞ്ഞിട്ടുണ്ട്, ദ എമൗണ്ട് റിസീവ്ഡ് ബൈ ദ ചെക്ക് ഓർ ഡ്രാഫ്റ്റ് വിച്ച് നോട്ട് അക്കൗണ്ട് പേ ചെക്ക് then it shall be deemed to be received in cash. അതായത് ചെക്ക് ആണെങ്കിൽ ഏത് ചെക്കിൽ കിട്ടണം? അക്കൗണ്ട് പേ ചെക്കിൽ കിട്ടണം. അക്കൗണ്ട് പേ ചെക്ക് അല്ലാത്ത വേറെ ഏത് ചെക്കാണെങ്കിലും ക്യാഷ് ആയിട്ടാണ് കണക്കാക്കുക. ഈ പോയിന്റ് മനസ്സിലായില്ലേ? ക്യാഷ് ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ നോക്ക് നിങ്ങൾ, ഈ എക്സാമ്പിളിൽ 8 ലക്ഷം ഓൾറെഡി ക്യാഷിലാണ്, പ്ലസ് എന്ത് ചെയ്യാണ് അവർ പറയാണ്, 10 ലക്ഷത്തിൻ്റെ ക്രോസ്ഡ് ചെക്ക് കിട്ടി എന്ന് പറയുമ്പോൾ അതും കൂടെ ക്യാഷ് ആയിട്ട് കണക്കാക്കാം. അപ്പോൾ ടോട്ടൽ 18 ലക്ഷം ക്യാഷ് ആയിട്ട് കിട്ടി. അപ്പോൾ 18 ലക്ഷം ഡിവൈഡ് ബൈ എത്രയാണ്? ടേൺ ഓവർ 2.8 crore അല്ലേ. അപ്പോൾ പിന്നെ 18 ഡിവൈഡ് ബൈ 250 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 6.42% ആണ് ക്യാഷിൽ കിട്ടിയത്. അപ്പോൾ നമുക്കറിയാം ഹി ഈസ് നോട്ട് എലിജിബിൾ. അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ ഉണ്ടാവുക? ഓക്കെ, ആയിരുന്നു ഓക്കെ. അപ്പോൾ രണ്ടാമത്തേൻ്റെ ഓപ്ഷൻ പിന്നെ ആൾ ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലേ, നോ. ഒക്കത്തിന് നോ ആണ്. പക്ഷേ അതിൻ്റെ റീസൺ മനസ്സിലാക്കും. ഫസ്റ്റ് ആണ് നമുക്ക് ഡയറക്റ്റ്ലി ഓക്കെ നോക്കാം. No, since the turnover of Navin exceed the threshold limit of 2 crore. See, അത് ഓക്കെയാണ്. കാരണം 2 കോടിൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് ഈ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്താ കണ്ടീഷൻ എന്ന് വെച്ചാൽ ക്യാഷ് റെസിപ്റ്റ് എത്ര കൂടാൻ പാടില്ല? 5% കൂടാൻ പാടില്ല. അപ്പോൾ ഇതും ശരിയാണ്. രണ്ടാമത്തെ പോയിന്റോ, നോ സിൻസ് അഗ്രഗേറ്റ് ക്യാഷ് റെസിപ്റ്റ് ഡ്യൂറിംഗ് ദ ഇയർ എക്സീഡ് 5% ടേൺ ഓവർ. അതും ശരിയാണ്. മൂന്നാമത്തെ എന്താണ്? നോ ആസ് ദ പേയ്മെൻറ്റ് ഡ്യൂറിംഗ് ദ ഇയർ എക്സീഡ് 5% ഓഫ് അഗ്രഗേറ്റ് പേയ്മെൻറ്റ്. അത് തെറ്റാണ് അല്ലേ. കാരണം നമ്മൾ പേയ്മെൻറ്റ് നോക്കേണ്ട, ഇവിടെ പേയ്മെൻറ്റ് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ജസ്റ്റ് ക്യാഷ് റെസിപ്റ്റ് മാത്രം നോക്കിയാൽ കേട്ടോ, ക്യാഷ് റെസിപ്റ്റ് മാത്രം നോക്കിയാൽ മതി, പേയ്മെൻറ്റ് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നോക്കണ്ട. അപ്പോൾ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. എ ആൻഡ് ബി കാരണം ഈ 2 കാരണം കൊണ്ട്. എന്തൊക്കെ 2 കാരണം? ഒന്ന്, ക്യാഷ് റെസിപ്റ്റ് 5% മുകളിൽ പോയി. ക്യാഷ് റെസിപ്റ്റ് 5% മുകളിൽ പോലും കുഴപ്പമുണ്ടായിരുന്നില്ല. എങ്ങനെയാണെങ്കിൽ 2 കോടിൻ്റെ മുകളിലാണെങ്കിൽ, 2 കോടിൻ്റെ താഴെയാണെങ്കിൽ. അപ്പോൾ ഇവിടെ 2 പ്രശ്നമാണ്. 2 കോടിൻ്റെ മുകളുണ്ട്. 2 കോടിൻ്റെ മുകളുണ്ടെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. എപ്പോൾ? ക്യാഷ് റെസിപ്റ്റ് 5% കൂടുന്നില്ലെങ്കിൽ. ഓക്കെ, സെറ്റ്, ഫൈൻ. അപ്പോൾ അത് ഓക്കെ. ഇനി മൂന്നാമത്തത്. അപ്പോൾ മൂന്നാമത്തെ ഇതിലും എന്തുണ്ട്? നമ്മുടെ ക്യാഷ് റെസിപ്റ്റ് 5% മുകളിൽ പോകുന്നുണ്ട് കേട്ടോ. കാരണം എന്തുകൊണ്ടാണ്? ഈ രണ്ടാമത്തെ ഇതിൽ തന്ന ഈ അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ടല്ലോ, ഏത് 10 ലക്ഷം കിട്ടി എന്നുള്ളത്, അത് മൂന്നാമത്തെ MCQ കൊണ്ട് വേണ്ടിയിട്ടാണ് തന്നത് അല്ലേ. ഈസ് മിസ്റ്റർ നെവീൻ റിക്വയർഡ് ടു ഗെറ്റ് ഹിസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ 2020-24. അതിന് നോക്കാം നമുക്ക്. ഇവിടെ നമ്മളുടെ തിയറിയിലേക്ക് വരികയാണെങ്കിൽ കമ്പൽസറി ഓഡിറ്റ്, ടാക്സ് ഓഡിറ്റ് അല്ലേ. ടാക്സ് ഓഡിറ്റ് എപ്പോഴാണ് വേണ്ടത്? 1 കോടിൻ്റെ മുകളിലാണെങ്കിൽ ടാക്സ് ഓഡിറ്റ് വേണം. പക്ഷേ 10 കോടി വരെ ടാക്സ് ഓഡിറ്റ് വേണ്ട. എങ്ങനെയാണെങ്കിൽ ടോട്ടൽ റിസീപ്റ്റ് എന്ത് ചെയ്യാൻ പാടില്ല? 5% മുകളിൽ, ക്യാഷിൽ 5% മുകളിൽ പോകാൻ പാടില്ല. മാത്രമല്ല ടോട്ടൽ പേയ്മെൻറ്റ് എന്ത് ചെയ്യാൻ പാടില്ല? 5% മുകളിൽ പോകാൻ പാടില്ല. പിന്നെ ഞാൻ പറഞ്ഞു അക്കൗണ്ട് പേ ചെക്ക് അല്ലെങ്കിൽ അത് ക്യാഷ് ആയിട്ട് കണക്കാക്കും. അപ്പോൾ നമ്മളുടെ ഈ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, പിന്നെ നമ്മളുടെ ഈ കേസിൽ എന്താ പറയുക, അയാൾ ഓഡിറ്റ് ചെയ്യേണ്ടി വരും. നോക്ക്, അയാൾ ഓഡിറ്റ് ചെയ്യേണ്ടി വരും. ഈസ് മിസ്റ്റർ നവീൻ റിക്വയർഡ് ടു ഗെറ്റ് ഹിസ് എന്താ പറയുക അക്കൗണ്ട്സ് ഓഡിറ്റഡ്. നോക്കാം. അപ്പോൾ ഒന്നാമത് പറയാം നോ സിൻസ് ദ ടേൺ ഓവർ നോട്ട് എക്സീഡ് 10 crore. അത് തെറ്റാണ്. കാരണം വെച്ചാൽ നമുക്ക് ആ 10 crore ലിമിറ്റ് കിട്ടണമെങ്കിൽ എന്താ കണ്ടീഷൻ?
10 crore ലിമിറ്റ് കിട്ടണമെങ്കിൽ ക്യാഷ് റെസിപ്റ്റും അതുപോലെ തന്നെ ടോട്ടൽ പേയ്മെൻറ്റും എന്ത് ചെയ്യാൻ പാടില്ല 5%. ഇവിടെ റെസിപ്റ്റ് 5% ഓഫ് ടോട്ടൽ റെസിപ്റ്റും അതുപോലെ തന്നെ എന്താ പറയുക പേയ്മെൻറ്റ് എന്താണ് 5% ഓഫ് ടോട്ടൽ പേയ്മെൻറ്റും എന്ത് ചെയ്യാൻ പാടില്ല, കൂടാൻ പാടില്ല അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം എവിടെയായിരുന്നു. ഓക്കെ, ഇപ്പോൾ എത്രയാണ് പേയ്മെൻറ്റ് നോക്കാം. എമൗണ്ട് റിസീവ്ഡ് ത്രൂ അക്കൗണ്ട് പേ ചെക്ക് അല്ലേ. അപ്പോൾ ടോട്ടൽ പേയ്മെൻറ്റ് എത്രയാണ് എവരി വൺ? ടോട്ടൽ റെസിപ്റ്റ് 2.5 കോടി എന്ന് വെച്ചാൽ 250 ലക്ഷം. പിന്നെ നമുക്ക് എന്താ പറയുക ക്യാഷായിട്ട് കിട്ടിയത് 18 ലക്ഷം. അപ്പോൾ ടോട്ടൽ റെസിപ്റ്റ് 268 ലക്ഷം. അപ്പോൾ 18 ഡിവൈഡ് ബൈ 268 ഇൻറ്റു 100 അല്ലേ. കാരണം ഇത് ഇവിടെ നമ്മൾ എന്താണ് റെസിപ്റ്റിൻ്റെ 5% നോക്കണം കേട്ടോ. നേരത്തെ പോലെ ടേൺ ഓവറിൻ്റെ അല്ല, ഇവിടെ റെസിപ്റ്റിൻ്റെ 5% ആണ്. ഓക്കെ, ടോട്ടൽ റെസിപ്റ്റിൻ്റെ 5% ആണ് ഇവിടെ എന്താ പറയുക നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയുക അതുപോലെ തന്നെ പേയ്മെൻറ്റിൻ്റെ കേസ് നോക്കാം അല്ലേ. പേയ്മെൻറ്റ് എത്രയാണ്? ടോട്ടൽ പേയ്മെൻറ്റ് എത്രയാണ്? ടോട്ടൽ പേയ്മെൻറ്റ് 1.6 കോടിയാണ്. അതിൽ ക്യാഷ് പേയ്മെൻറ്റ് 9 ലക്ഷമാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ ചെയ്യാം? 9 ലക്ഷം ഡിവൈഡ് ബൈ 160 ലക്ഷം ഇൻറ്റു 100. അപ്പോൾ എന്താണ് പേയ്മെൻറ്റ് 5. ക്യാഷിൽ എത്ര പേയ്മെൻറ്റ് ചെയ്തു? ടോട്ടൽ പേയ്മെൻറ്റിൻ്റെ 5.625%. അപ്പോൾ 5% മുകളിൽ പേയ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ നമ്മളുടെ തിയറി പ്രകാരം ഈ കണ്ടീഷൻ ഓക്കെ അല്ല. ടോട്ടൽ പേയ്മെൻറ്റ് 5% ക്യാഷിൽ 5% മുകളിൽ പോകുന്നില്ല എന്നുള്ള കണ്ടീഷൻ ഓക്കെ അല്ല അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ ഏതാ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇത് നോക്കാം. ഫസ്റ്റത്തെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണമെന്ന് വെച്ചുമ്പോൾ നോ ഉള്ളതൊക്കെ തെറ്റാണ്. ഓക്കെ, ഇനി അപ്പോൾ ഇതും തെറ്റാണ്. ഓക്കെ, അപ്പോൾ ആകെ ഇത് രണ്ട് മാത്രമാണ്. അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഉറപ്പായി. അപ്പോൾ നമുക്ക് എസ് ഉള്ളത് മാത്രം വായിച്ചാൽ മതി. എസ് എന്താ സെൻസ് എമൗണ്ട് റിസീവ്ഡ് ക്യാഷ് ഡ്യൂറിംഗ് ദ ഇയർ എക്സീഡ് 5% ടേൺ ഓവർ. കാരണം വെച്ചാൽ ഇവിടെ നമ്മൾ ഇതല്ല നോക്കേണ്ടത്. എന്തുകൊണ്ട് ഈ ഓപ്ഷൻ തെറ്റ് പറയും? എന്തുകൊണ്ടാണ് ഈ ഓപ്ഷൻ തെറ്റ്? ഇവിടെ 5% ഓഫ് ടേൺ ഓവർ അല്ല നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, 5% ടേൺ ഓവർ അല്ല നോക്കേണ്ടത് അല്ലേ. അതായത് ഇവിടെ ഞാൻ ക്ലിയർലി തന്നു. ഇവിടെ നോക്കി നിങ്ങൾ 5% ഓഫ് ദ ടോട്ടൽ റെസിപ്റ്റാണ്. റെസിപ്റ്റിൻ്റെ 5% കൂടുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലാതെ ടേൺ ഓവറിൻ്റെ അല്ല. പക്ഷേ നേരെ ഇവിടെ നോക്കി 44ൻ്റെ കേസിൽ 5% ഓഫ് ടോട്ടൽ ടേൺ ഓവറിൻ്റെ 5% മുകളിൽ പോകുന്നുണ്ട്. രണ്ടും വ്യത്യാസമുണ്ടോ? അതും ഇതും വ്യത്യാസമുണ്ട്. ഓക്കെ, ആ 5% ഈ 5% വ്യത്യാസമുണ്ട്. ഇവിടെ ടോട്ടൽ റെസിപ്റ്റിൻ്റെ 5% ആണ്, അവിടെ ടേൺ ഓവറിൻ്റെ 5% ആണ്. ഓക്കെ, ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ഇതെന്തായിരിക്കും? ഓഡിറ്റ് ചെയ്യണം. സിൻസ് എ പേയ്മെൻറ്റ് ഡ്യൂറിംഗ് ദ എക്സീഡ് 5% ഓഫ് ദി അഗ്രിഗേറ്റ് പേയ്മെൻറ്റ്. ഇവിടെയും ടോട്ടൽ റെസിപ്റ്റ് ആയിരുന്നെങ്കിൽ അതും ശരിയാണ്, ആ ഒരു ഓപ്ഷൻ ശരിയാണ്. പക്ഷെ ഇവിടെ ഇതാണ് ശരി. ഓക്കെ, പേയ്മെൻറ്റ് കാരണം നമ്മൾ ഇവിടെ നോക്കേണ്ടത് റെസിപ്റ്റിൻ്റെ 5% മുകളിൽ ക്യാഷ് ആയിട്ട് കിട്ടുന്നുണ്ടോ അല്ലേ. ഓക്കെ, ഇനി അടുത്തത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യട്ടെ. ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ നിങ്ങൾക്ക്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ചാർജബിൾ ടാക്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്റ്റർ ആസ് പെർ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. ആസ് പെർ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് മീൻസ് എന്താണ്? 44AD ചൂസ് ചെയ്യാത്ത കേസുണ്ട്. 44AD ചൂസ് ചെയ്യാത്ത കേസിൽ വാട്ട് വുഡ് ബി ദ ബുക്ക് പ്രോഫിറ്റ് നമുക്ക് നോക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ ബുക്സ് തന്നിട്ടുണ്ട്. എത്രയാണ് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ ബുക്സ്? 10.5 ലക്ഷം. അപ്പോൾ എല്ലാവരും കാൽക്കുലേറ്റർ എടുക്കുക. കാൽക്കുലേറ്റർ 10.5 ലക്ഷം എന്ന് വെച്ചാൽ 1050 ലക്ഷം അല്ലേ. സോറി, 10,50,000. ഓക്കെ, 10,50,000. ഇനി താഴെ നോക്ക് നിങ്ങൾ. ഫസ്റ്റ് സാലറി ഇൻക്ലൂഡ് വേജസ് ഓഫ് 15,000 പെർ മന്ത് ഈച്ച് പേ ടു 1 സെക്യൂരിറ്റി ഗാർഡ് ആൻഡ് 2 സെക്യൂരിറ്റി ഹൗസ് ഇൻ ക്യാഷ്. നമുക്ക് എല്ലാവർക്കും ഒരു 10,000 മുകളിൽ, ഞാൻ തിയറി കാണിച്ചേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ. 10,000 മുകളിൽ നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഫുള്ളി ഡിസലൗഡ് ആണ്. അപ്പോൾ നമുക്കറിയാം എത്ര പേർക്കാണ്? 3 പേർക്ക്, 2+1 3 പേർക്ക്. ഇത് 15,000 പെർ മന്ത് ആണ്. അപ്പോൾ ഫുള്ളി ഡിസലൗഡ് ആണ് കേട്ടോ, അല്ലാതെ 10,000 മുകളിലുള്ളത് മാത്രമല്ല, ഫുള്ളി ഡിസലൗഡ് ആണ്. ഇപ്പോൾ 15,000 ഇൻറ്റു എത്ര പേർക്ക് കൊടുത്ത? 3 പേർക്ക് ഇൻറ്റു നമ്മൾ എത്ര മാസമാണ്? 12 മാസം. അപ്പോൾ നമ്മൾ 5,40,000 ഡിസലവ് ചെയ്യണം. 5,40,000 നമ്മൾ ഡിസലവ് ചെയ്യണം. പിന്നെ അതർ അഡ്മിനിസ്ട്രേഷൻ ഇൻക്ലൂഡ് 70,000 പെയ്ഡ് ഇൻ ക്യാഷ്. പക്ഷേ ഒരു ദിവസത്തെ പേയ്മെൻറ്റ് 8,000 ആണ്. അപ്പോൾ ഒരിക്കലും 10,000 മുകളിൽ പോകുന്നില്ല. അപ്പോൾ അത് ആഡ് ബാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇൻട്രസ്റ്റ് ചാർജിൻ്റെ കേസിൽ എന്താണ്? ലോൺ ടു കമൽ 70,000 ഓൺ വിച്ച് TDS നോട്ട് ബീൻ ഡിഡക്റ്റഡ്. നമുക്കറിയാം ഇൻട്രസ്റ്റിൻ്റെ മേലെ TDS കട്ട് ചെയ്യണം. അപ്പോൾ പിന്നെ
എന്താ പറയുക, ഓക്കെ, ടി ഡി എസ് കട്ട് ചെയ്യണം. ടി ഡി എസ് കട്ട് ചെയ്യാതിരുന്നാൽ എന്താ സംഭവിക്കാം? ടി ഡി എസ് കട്ട് ചെയ്യാതിരുന്നാൽ എന്താ സംഭവിക്കാം? നമ്മൾ 30% ഡിസർവ് ചെയ്യണം അല്ലേ? 30%. അപ്പോൾ 70,000-ൻ്റെ 30% എന്ന് പറയുമ്പോൾ എത്ര വരിക? 21,000. അപ്പോൾ എത്രയായിരിക്കും പ്രോഫിറ്റ് വരിക നോക്ക്? 10,50,000 പ്ലസ് 5,40,000 പ്ലസ് പിന്നെ 21,000. അപ്പോൾ എത്ര വരിക? 16,11,000. 16,11,000 പ്രോഫിറ്റ്. അതുണ്ടോ നോക്കാം, ഓപ്ഷനിലുണ്ടോ നോക്കുക? ബി അല്ലേ? അപ്പോൾ 4B ആണ് നോക്കാം നമുക്ക്. 4B കറക്റ്റ്, സെറ്റ്. ഓക്കെ, ഇനി അടുത്തത്, വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ചാർജബിൾ ടാക്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്റ്റർ രവീൻ ഇഫ് ഹി ഡസ് നോട്ട് വാണ്ട് ടു ഗെറ്റ് ഹിസ് അക്കൗണ്ട് ഓഡിറ്റഡ് അല്ലേ? അപ്പോൾ ഓഡിറ്റ് ചെയ്യണമെങ്കിൽ എത്രയായിരിക്കും നമുക്ക് നോക്കാം. ഓഡിറ്റ് ചെയ്യണമെങ്കിൽ ഓക്കെ സോറി അവിടെയായിരുന്നു. ഓഡിറ്റ് ചെയ്യണമെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ഏതാ വരിക? 44AD ആണ് വരിക കേട്ടോ. 44AD പ്രകാരം നമുക്കറിയാം 8% ആണ് നമ്മളെ പ്രോഫിറ്റ് വരിക. പക്ഷേ നമ്മളുടെ അക്കൗണ്ട് നമ്മളുടെ ഈ പറഞ്ഞ ബാങ്കിങ് ചാനൽ വഴി കിട്ടുകയാണെങ്കിൽ നമുക്ക് 6% ആണ്. അത് 130 and 1 ഡ്യൂ ഡേറ്റ് വരെ കിട്ടി നമ്മൾ നോക്കും അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ ഇയാളുടെ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ ടേൺ ഓവർ 2.8 കോടിയാണ്. അതിൽ അക്കൗണ്ട് ത്രൂ എത്ര കിട്ടി? ഇവിടെ പറയുന്നുണ്ട് എമൗണ്ട് റിസീവ്ഡ് ത്രൂ അക്കൗണ്ട് പേ ചെയ്ത് 2.5 കോടി. 2.5 കോടി. അപ്പോൾ ഇതിന് 6% ആയിരിക്കും. ബാക്കി എത്രയുണ്ട്? 30 ലക്ഷം അല്ലേ? 0.3 crore. അതിന് 8%. അത്രേ ഉള്ളൂ. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ 2.5 കൂടുമ്പോൾ 250 ലക്ഷം ഇൻറ്റു 0.6%, 6%. അപ്പോൾ 15 ലാഖാണ് വരിക. ഇവിടെ ആകുമ്പോൾ 30 ലക്ഷം ഇൻറ്റു എത്രയാണ്? 8%. അപ്പോൾ 2.4 lakhs ആണ് വരിക. അപ്പോൾ ടോട്ടൽ 15 പ്ലസ് അപ്പോൾ 17.4 ലക്ഷം. 17.4 ലക്ഷം. 17.4 ലക്ഷം ഉണ്ടോ നോക്കാം അവിടെ? ഉണ്ട്. 5A അല്ലേ? 5A അല്ലേ നോക്ക്? കറക്റ്റ്, സെറ്റ്. അപ്പോൾ എല്ലാം സെറ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളുടെ അത് കഴിഞ്ഞു. MCQ വളരെ സിമ്പിളായിട്ട് തീർന്നു അല്ലേ? ഇനി നമുക്ക് വലിയ വലിയ ക്വസ്റ്റ്യൻസിലേക്ക് വരാം, നോക്കാം. അടുത്ത നമ്മളുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ, മിസ്സസ് സരിക, ഞാൻ ഇനി ആൻസർ ഇങ്ങനെ ഒരുമിച്ച് കാണിച്ചത് അങ്ങനെ ചെയ്യട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഓരോന്ന് ഞാൻ എഴുതി ചെയ്യുകയാണെങ്കിൽ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, അതിങ്ങനെ ആൻസർ നിങ്ങൾക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് മാത്രമേ തരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും, എല്ലാം ക്ലിയർ ആവും, ഡോണ്ട് വറി. ഞാൻ അതിൻ്റെ തിയറിയും ഡിസ്കസ് ചെയ്യാം. മിസ്സസ് സരിക ആൻ ഇന്ത്യൻ സിറ്റിസൺ ഇൻ എംപ്ലോയ്മെൻറ്റ് വിത്ത് ഓവർസീസ് കമ്പനി ലൊക്കേറ്റഡ് UAE. അപ്പോൾ അവർ UAE-ലാണ് പിന്നെ എന്താണ് വർക്ക് ചെയ്യുന്നത്. ഷി ഈസ് നോട്ട് ലയബിൾ ടു പേ ടാക്സ് ഇൻ UAE. അത് ഇമ്പോർട്ടൻ്റ് ആണ്. During the previous year, last 20, she comes to India. അപ്പോൾ she is an Indian citizen. She comes to India for a visit. അതാണ് സംഭവം അല്ലേ? She comes to India for a visit for 121 days. She was in India for 50 days, 100 days and 76 days, 140 days in the financial 1920, 2021. അത് കഴിഞ്ഞ വർഷങ്ങളിൽ ഇത്രയും കാലമാണ് അവിടെ നിങ്ങൾ വിസിറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അവളുടെ ആനുവൽ ഇൻകം തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ സാലറി ഇവിടെ കുറേ ഇൻകം തന്നിട്ടുണ്ട്. ഓക്കെ. ഓപ്റ്റ് ഔട്ട് ഓഫ് ദി ഡിഫോൾട്ട് ടാക്സ് എന്ന് വെച്ചാൽ 115 BSc അല്ല ചെയ്യുന്നത്, റെഗുലർ ആണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ പറഞ്ഞ റെസിഡൻസ് സ്റ്റാറ്റസ് തീരുമാനിക്കണം. വാട്ട് വിൽ ബി ആൻസർ ഇഫ് ദ അറൈസിംഗ് UAE ഈസ് ഓക്കെ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ റെസിഡൻസ് സ്റ്റാറ്റസ് ആണ് മെയിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് തിയറി നോക്കാം. തിയറി എടുക്കുന്ന സമയത്ത് നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഓക്കെ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ കേസിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പിന്നെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അയാൾ റെസിഡൻ്റ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒന്നെങ്കിൽ 152 ദിവസം അല്ലെങ്കിൽ 60 ഡേയ്സ്. പക്ഷേ 60 ഡേയ്സ് നോക്കേണ്ടാത്ത 2 പേരുണ്ടായിരുന്നു. ഇന്ത്യൻ സിറ്റിസൺ ഫോർ എംപ്ലോയ്മെൻറ്റ്, ലീവിങ് എംപ്ലോയ്മെൻറ്റ്, അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ കംസ് ടു ഇന്ത്യ ഫോർ എ വിസിറ്റ് അല്ലേ? പക്ഷേ അപ്പോൾ അവർ സെക്കൻഡ് കണ്ടീഷൻ നോക്കണ്ട. പക്ഷേ അവരുടെ കേസിൽ ചെറുതായിട്ട് നമ്മളൊരു എന്താ പറയുക, ഒരു സംഭവം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സിറ്റിസൺ ഹു കംസ് ടു ഇന്ത്യ ഫോർ എ വിസിറ്റ്, അവരുടെ ഇന്ത്യൻ ഇൻകം അല്ലേ, അതാണ് ഫോറിൻ ഇൻകം അല്ലാത്ത ഇന്ത്യൻ ഇൻകം 15 ലാഖിൻ്റെ മുകളിലാണെങ്കിൽ നമ്മൾ എന്താണ് 182 നോക്കണം. അതില്ലെങ്കിൽ 120 + 365 ഉണ്ടെങ്കിലും എന്തായിരിക്കും, ദേ വിൽ ബി റെസിഡൻറ്റ്. പക്ഷേ അവർ പിന്നെ വേറെ കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, അവർ ഓൾവേസ് എന്തായിരിക്കും, ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, ഓൾവേസ് നോട്ട് ഓർഡിനറി RNOR ആയിരിക്കും കേട്ടോ. RNOR ആയിരിക്കും. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ ചെറുതായിട്ട് പൊടി തട്ടിയെടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ കേസിൽ ഇവർ ഇന്ത്യൻ സിറ്റിസൺ കംസ് ഓൺ എ വിസിറ്റ് ടു ഇന്ത്യ ആണ്. അപ്പോൾ അവരുടെ കേസിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അയാളുടെ ഇന്ത്യൻ ഇൻകം 15 ലാഖിൻ്റെ മുകളിൽ പോകുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ ഇൻകം മോർ ദാൻ 15 ലാഖ് പോകുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ, എന്തൊക്കെയാണ് നോക്കേണ്ടത്. അതിൽ ഫസ്റ്റ് വൺ സാലറി അക്രൂഡ് ഓർ അറൈസ് ഇൻ UAE അല്ലേ. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഇന്ത്യൻ ഇൻകം അല്ല, അത് പുറത്തുള്ള ഇൻകമാണ്, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ അത് ഓക്കെ. ഇൻകം അക്രൂഡ് അറൈസ് ഇൻ ഇന്ത്യ അത് നമ്മൾ നോക്കണം. 2 lakh നമ്മൾ നോക്കണം. 2 lakh എടുത്തു. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇൻകം ഡീംഡ് ടു അക്രൂ അത് കൊടുക്കണം. അത് ഇൻകം അക്രൂഡ് ഇൻ ഇന്ത്യ അത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ എന്തായിരുന്നു? ഇൻകം അറൈസിങ് ആൻഡ് റിസീവ്ഡ് UAE ഫ്രം എ ബിസിനസ് സെറ്റപ്പ് ഇൻ ഇന്ത്യ അല്ലേ? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എന്താ പറയുക, ഒരു ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ബിസിനസ് കൺട്രോൾ ഇൻ ഇന്ത്യൻ്റെ കേസിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം? നമ്മൾ അത് എടുക്കണം അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതൊക്കെ ഇന്ത്യൻ ഇൻകമാണ്. പിന്നെ അതൊന്ന് LIC കുറയ്ക്കാം അല്ലേ? 80C പ്രകാരം LIC കുറയ്ക്കാം. അപ്പോൾ ടോട്ടൽ ഇൻകം എത്രയാണ്? 13 ലക്ഷം. അപ്പോൾ ഫോറിൻ ഇൻകം അല്ലാത്ത ഇന്ത്യൻ ഇൻകം കംസ് ടു എത്രയാണ് എവരിവൺ? 13 ലക്ഷമാണ്. അപ്പോൾ നമ്മളുടെ ഈ തിയറി പഠിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ 120 ഡേയ്സ് നോക്കേണ്ടത്? 120 ഡേയ്സ് നോക്കേണ്ടത് ഇന്ത്യൻ ഇൻകം 15 lakhന് മുകളിൽ പോകുകയാണെങ്കിൽ മാത്രമാണ്. ഇവിടെ 15 lakhന് മുകളിൽ പോകുന്നില്ല, 13 ലക്ഷം വരുന്നുള്ള ഇന്ത്യൻ ഇൻകം. അതുകൊണ്ട് നമ്മൾ 182 ദിവസം ഇല്ലെങ്കിൽ ഡയറക്ട്ലി ദേ വിൽ ബിക്കം NRI അല്ലേ? ഡയറക്ട്ലി ദേ വിൽ ബിക്കം NRI. ഓക്കെ, 182 ഉണ്ടെങ്കിൽ റെസിഡൻറ്റ്, ഇല്ലെങ്കിൽ ഡയറക്ട്ലി ദേ വിൽ ബിക്കം NRI. ഓക്കെ, സോ അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവരുടെ സ്റ്റാറ്റസ് എന്തായിരിക്കും പറയും? ഓക്കെ, അപ്പോൾ ഇന്ത്യ 120 ഡേയ്സ് ആയതുകൊണ്ട് ഷീസ് എ നോൺ റെസിഡൻറ്റ്. അപ്പോൾ ആളുടെ നമ്മൾ എന്ത് ചെയ്യണം? ആളുടെ ഇൻകം കണ്ടെത്തി കൊടുക്കണം. നോൺ റെസിഡൻ്റ് ആണെങ്കിൽ ഏത് മാത്രമാണ് ടാക്സബിൾ ആവുക? പിന്നെ പുറത്തുള്ളത് ടാക്സബിൾ ആവില്ല. ഇൻകം അക്രൂഡ് ഇൻ ഇന്ത്യ, ഇൻകം ഡീംഡ് ടു അക്രൂഡ് ഇന്ത്യ അതും ആഡ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണ്ടോ? ദിസ് വൺ ഷുഡ് നോട്ട് ബി ആഡഡ്. ഏത് ആഡ് ചെയ്യാൻ പാടില്ല? 5 ലക്ഷം ആഡ് ചെയ്യാൻ പാടില്ല. 5 ലക്ഷം എന്തുകൊണ്ട് ആഡ് ചെയ്യാൻ പാടില്ല? അത് RNORൻ്റെ കേസിൽ മാത്രമാണ്. RNORൻ്റെ കേസിൽ മാത്രമാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യേണ്ടത്? അതായത് എന്താണ്, ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ വിച്ച് ഇസ് കൺട്രോൾഡ് ഓർ സെറ്റപ്പ് ഇൻ ഇന്ത്യ, അത് നമ്മൾ ആഡ് ചെയ്യേണ്ടത് RNORൻ്റെ കേസിൽ മാത്രമാണ്. പക്ഷേ പിന്നെ എന്തുകൊണ്ട് ഇവിടെ ആഡ് ചെയ്തു? ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഫോറിൻ ഇൻകം അല്ലാത്ത ഇൻകം നമ്മൾ കണ്ടെത്തുകയാണ്. അത് ഫോറിൻ ഇൻകം അല്ല. ഇൻകം കൺട്രോൾ ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ബിസിനസ് കൺട്രോൾ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ അത് ഫോറിൻ ഇൻകം അല്ല, അത് ഇന്ത്യൻ ഇൻകമാണ്. അത് ഫോറിൻ ഇൻകം അല്ലാത്തത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്തു. പക്ഷേ പിന്നെ നമുക്ക് മനസ്സിലായത് NRI ആണ്. NRI ആവുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ആ കൺട്രോൾ ചെയ്തത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അതിൽ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് നിങ്ങളോട്. അപ്പോൾ അത് മനസ്സിലായി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടെത്തി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വാട്ട് വുഡ് ബി യുവർ ആൻസർ ഇഫ് ദ ഇൻകം അറൈസിങ് ആൻഡ് റിസീവ്ഡ് UAE ഫ്രം എ ബിസിനസ് സെറ്റപ്പ് ഇൻ ഇന്ത്യ 10 lakh ഇൻസ്റ്റെഡ് ഓഫ് 5 lakh. ഓക്കെ, അപ്പോൾ പിന്നെ അപ്പോൾ എന്താ സംഭവിക്കുക നോക്ക് നിങ്ങൾ. എന്താ പറയുക, ഫ്രം ബിസിനസ് സെറ്റപ്പ് ഉണ്ടല്ലോ, അവിടുന്ന് 10 ലക്ഷം ആണെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടെത്തിയ ഇൻകം ഉണ്ടല്ലോ, അത് 13ന് പകരം എത്ര? 18 ലക്ഷം അല്ലേ? 18 ലക്ഷവും. അപ്പോൾ എന്താ സംഭവിക്കുക? 18 ലക്ഷം ആകുമ്പോൾ നമ്മുടെ തിയറിയിലേക്ക് വരുന്ന സമയത്ത് മോർ ദാൻ 15 lakh ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 120 ഡേയ്സ് പ്ലസ് 365 നോക്കണം. 120 അതായത് 152 ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 120 പ്ലസ് 365 നോക്കണം. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ എത്രയുണ്ട്? 121 ഡേയ്സ് ഉണ്ട്. പിന്നെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 365 ഉണ്ട്. കഴിഞ്ഞ 4 വർഷം 365 ഡേയ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് റെസിഡൻ്റ് ആണ്. പക്ഷേ ഡയറക്റ്റ്ലി എന്തായിരിക്കും? RNORൻ്റെ കേസിൽ ഞാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ബിസിനസ് സെറ്റപ്പ് അല്ലെങ്കിൽ പ്രൊഫഷൻ അല്ലേ, അത് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഇൻകം എത്ര വരിക? ഇൻ സച്ച് ഇൻകം വുഡ് ആൾസോ പാർട്ട് ഓഫ് ടോട്ടൽ ഇൻകം. ആൻഡ് ടോട്ടൽ ഇൻകം എത്ര വിടുമ്പോൾ 18 lakh ആണ് വരിക. ഓക്കെ, 18 lakh. കാരണം നമ്മൾ എന്ത് ചെയ്യണം? അതും കൂടെ ആഡ് ചെയ്യണം. പിന്നെ 10 ലക്ഷം കൂടെ ആഡ് ചെയ്യണം. പിന്നെ 80C നമ്മൾ കുറയ്ക്കാം. നോ ഇഷ്യൂസ്. അപ്പോൾ ഇവിടുത്തെ ട്വിസ്റ്റ് എന്താ മനസ്സിലാക്കേണ്ടത്? എന്താ ഇവിടുത്തെ ട്വിസ്റ്റ് പറയും? അതായത് നമ്മൾ ആദ്യം നമ്മളുടെ ഫോറിൻ ഇൻകം അല്ല ഇന്ത്യൻ ഇൻകം നമ്മൾ ആദ്യം കണ്ടെത്തണം. അതായത് 15 lakhന് മുകളിൽ പോകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇന്ത്യൻ ഇൻകം കണ്ടെത്തണം. ആ ഇന്ത്യൻ ഇൻകം കണ്ടെത്തുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ പ്രൊഫഷൻ സെറ്റപ്പ് അല്ലെങ്കിൽ ബിസിനസ് കൺട്രോൾ അല്ലെങ്കിൽ വട്ടവർ അത് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. പക്ഷേ പിന്നെ നമ്മൾ തീരുമാനിച്ചു ആളെ NRI ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ട? ആ എമൗണ്ട് ആഡ് ചെയ്യേണ്ട. കാരണം RNORൻ്റെ കേസിൽ മാത്രം ആഡ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തത് RNOR ആയിരുന്നു. കാരണം വെച്ചാൽ 15 lakhന് മുകളിൽ ഇൻകം ഉണ്ട്, മാത്രമല്ല 120 ഡേയ്സിന് മുകളിൽ ആൾ ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ RNOR ആണ്. RNOR എന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യണം. അത്രേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ in continuation to point to what would be your answer if Sarika comes to India for the previous 2023 for 45 days instead of 145 days. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് 145 121 ഡേയ്സ് ആണല്ലേ? ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് 121 ഡേയ്സ് ആണ്. ഇപ്പോൾ വെറും 45 ഡേയ്സ് മാത്രമാണ് വരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി NRI. അപ്പോൾ പിന്നെ എന്താ സംഭവിക്കുക? ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ അതേ ആൻസർ വരും. റിപ്പീറ്റ് ആയിട്ട് വരും അല്ലേ? ഓക്കെ, അപ്പോൾ നോട്ട് ലയബിൾ ടു പേ ഇൻ ടാക്സ്. പക്ഷേ സോറി അവിടെ വേറൊരു കോൺസെപ്റ്റ് ഞാൻ അത് വിട്ടുപോയതാണ്. അതായത് അവിടെ ഒരു കോമഡി ഉണ്ട്. അപ്പോൾ 45 ഡേയ്സ് ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി NRI ആണ്. സമ്മതിച്ചു, NRI ആണ്. പക്ഷേ
അവിടെ ഞാൻ നിങ്ങളോട് ആദ്യമേ അതൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെ തെറ്റിച്ചു അല്ലേ. ഷീ ഈസ് നോട്ട് ലയബിൾ ടു പേ ഇൻ UAE. നമ്മളൊരു കോൺസെപ്റ്റ് പഠിച്ചിട്ടില്ലേ? എന്താ കോൺസെപ്റ്റ് പഠിച്ചിട്ടുള്ളത്? ദർ ഈസ് എ കോൺസെപ്റ്റ് ഓഫ് ഡീംഡ് റെസിഡൻറ്റ്. ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ്, അവിടെ ഇന്ത്യൻ ഇൻകം 15 lakhന് മുകളിൽ പോകുന്നുണ്ട്, ആൻഡ് നോട്ട് ലയബിൾ ടു പേ ടാക്സ് എനി അതർ കൺട്രി. ഏത് രാജ്യത്തും ടാക്സ് കൊടുക്കാൻ ലയബിൾ അല്ലെങ്കിൽ അതെന്തായിട്ട് കണക്കാക്കും? ഇന്ത്യയിലെ ഡീംഡ് റെസിഡൻ്റ് ആയിട്ട് കണക്കാക്കും. അപ്പം അതുകൊണ്ട് ഈ ക്വസ്റ്റ്യനിൽ UAE ടാക്സബിൾ അല്ല, ഇന്ത്യയിലും റെസിഡൻ്റ് അല്ല, NRI ആണ്, പക്ഷേ ഡീംഡ് റെസിഡൻ്റ് ആയിട്ട് കണക്കാക്കും. ഈ ഡീംഡ് റെസിഡൻറ്റ് ഓൾവേസ് എന്തായിട്ട് കണക്കാക്കാം? ഡീംഡ് റെസിഡൻറ്റ് ഓൾവേസ് എന്തായിട്ട് കണക്കാക്കും? ഓൾവേസ് RNOR ആയിട്ട് കണക്കാക്കും. അപ്പോൾ RNOR ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 2 അല്ലേ, സെക്കൻഡ് ക്വസ്റ്റ്യൻ അതേ ആൻസർ വരും. അപ്പോൾ അത് നല്ലൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 7. മിസ്റ്റർ അൻഷുൽ, salaried employee in a private company, furnish you the following information for the year ended 31/3/2024. Basic salary ഉണ്ട്. 1st December basic salary increased to 85,000 ആണ്. അതുപോലെ നമ്മൾ അത്രയും മാസത്തിന് 75, അവിടെ നിന്ന് അങ്ങോട്ട് 85. DA തന്നിട്ടുണ്ട് 50% ഓഫ് ബേസിക്സ്, ബേസിക് പേ, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഉണ്ട്, കോൺട്രിബ്യൂഷൻ ഓഫ് എംപ്ലോയർ ടു RPF ഉണ്ട്, പ്രൊഫഷണൽ ടാക്സ് ഉണ്ട്, HR അതിൽ 1800 എംപ്ലോയർ പേ ചെയ്താണ്, HR ഉണ്ട്, കൺവെയൻസ് ഉണ്ട്, ലോൺ വാസ് ടേക്കൺ ഫോർ മെഡിക്കൽ ഫോർ എന്താണ് ട്യൂബർക്ലോസിസ് എന്ന് വെച്ചാൽ ഒരു സ്പെസിഫൈഡ് ഡിസീസ് ആണുള്ളത്. പിന്നെ ഫ്രീ എഡ്യൂക്കേഷൻ, പിന്നെ ലീവ് ട്രാവൽ കൺസെഷൻ, കമ്പ്യൂട്ടർ ടാക്സ് ലയബിലിറ്റി ഷിഫ്റ്റ് ഔട്ട് അല്ലേ. അപ്പോൾ 115 BAC അല്ല, റെഗുലറാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. റെഗുലർ ആണെങ്കിൽ നമുക്ക് ഈസിയാണ് അല്ലേ. അപ്പോൾ ഇതൊരു സാലറി ചാപ്റ്ററിലെ ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സാലറി ചാപ്റ്റർ അത് ഓപ്പൺ ചെയ്ത് വെക്കാം. സാലറി ചാപ്റ്റർ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കാം. ഓക്കെ, ഇൻകം അണ്ടർ സാലറി എവിടെയാണ് വരും? ഓക്കെ, ഇൻകം അണ്ടർ സാലറി. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ബേസിക് സാലറി. ഓക്കെ, ബേസിക് സാലറി നമുക്കറിയാം, അത് അത്രയും മാസം 75,000, അവിടെ നിന്ന് അങ്ങോട്ട് 85,000, അത് കുഴപ്പമില്ല. പിന്നുള്ളത് DA നമ്മൾ എന്ത് ചെയ്യാം, ഫുള്ളി ആഡ് ചെയ്യണം. ഇവിടെ നമ്മൾ മെയിൻ ആൻസർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് പ്രൊവൈഡ് ആണെന്ന് നോക്കേണ്ട ആവശ്യമില്ല, ഫുൾ എമൗണ്ട് ആഡ് ചെയ്യാം. 50% ഓഫ് ബേസിക് സാലറി അല്ലേ. അപ്പോൾ പിന്നെ എത്രയാണ് 50%, അത് നമ്മൾ ഫുൾ ആഡ് ചെയ്യാം. പിന്നെ അടുത്തത് എന്താണ്, പിന്നെ നമ്മൾ അലവൻസ് അവിടെ നിൽക്കട്ടെ. പിന്നെ അതിൻ്റെ മുമ്പ് നമ്മൾ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം എൻ്റർടൈൻമെൻറ്റ് അലവൻസസ്, അത് ഫുള്ളി ടാക്സബിൾ ആണ് അല്ലേ. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്. ഓക്കെ അല്ലേ, ഫുള്ളി ടാക്സബിൾ അല്ലേ, നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട് ഫുള്ളി ടാക്സബിൾ അലവൻസ്. ഓക്കെ, അലവൻസ് ഫുള്ളി ടാക്സബിൾ, അതിൽ നിങ്ങൾക്ക് കാണാം എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, ഫസ്റ്റ് വൺ എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. അപ്പോൾ അത് ഫുള്ളി ടാക്സബിൾ ആണ്, കറക്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് ആഡ് ചെയ്തു, 1000 rupees ആഡ് ചെയ്തു അല്ലേ, 1000 rupees ആഡ് ചെയ്തു. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, അടുത്തത് കോൺട്രിബ്യൂഷൻ ഓഫ് എംപ്ലോയർ ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, 18% of the base salary. The employees also contribute the equivalent. Employee contribute ചെയ്താൽ 80C ആണ്, എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തതാണ് സാലറിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ സാലറി ഇത് ഏത് PF ആണ്? RPF അല്ലേ, RPF ആണ്. ഇനി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ RPF ആയിട്ട് അസ്യൂം ചെയ്യണം. അപ്പോൾ RPFന് തീരെ നമുക്ക് നോക്കാം. അപ്പോൾ കോൺട്രിബ്യൂഷൻ്റെ കേസിൽ RPFിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കുക നമ്മളെ ഓർക്കാനുണ്ടോ ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ RPFിൻ്റെ കേസിൽ, പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു RPFിലേക്കാണെങ്കിൽ 12%, 12% മുകളിൽ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ടാക്സബിൾ. ഈ 12% ഓഫ് എംപ്ലോയി സാലറി എന്ന് പറയുമ്പോൾ ബേസിക് പ്ലസ് DA പ്രൊവൈഡ് പ്ലസ് കമ്മീഷൻ ആസ് എ ഫിക്സഡ് പേഴ്സൺ ടേൺ ഓവർ, അതിൻ്റെ 12% മുകളിൽ പോവുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കേസിൽ 18% ഓഫ് ബേസിക് സാലറിയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് എക്സംഷൻ കിട്ടുക 12% ഓഫ് ബേസിക് പ്ലസ് DA പ്രൊവൈഡൊക്കെ കൂട്ടിയിട്ടാണ് നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ പിന്നെ എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു RPF 9,40,000 ആണ് ബേസിക്, അതിൻ്റെ 18% കോൺട്രിബ്യൂട്ട് ചെയ്തു. പക്ഷേ എക്സംഷൻ കിട്ടുക ഏതിൻ്റെ മേലെയാണ്? 12%. ഏതിൻ്റെ 12% അവർ വേണം? പിന്നെ ബേസിക് പ്ലസ് DA ഫുൾ അല്ല, DAൻ്റെ 50%. അപ്പോൾ ടോട്ടൽ വരിക 11 lakh അല്ലേ. DAൻ്റെ 50 എത്രയാണ്? 4,70,000 2 എത്ര വരിക? അല്ല, DAൻ്റെ 50 അല്ല, എത്രയാണ് പ്രൊവൈഡ്? എത്രയാണ്? DA 40% അല്ലേ, 40%. അപ്പോൾ DA എത്രയാണ് വരുമ്പോൾ? DA കംസ് ടു 4,70,000, അതിൻ്റെ 40%, പിന്നെ അതിൻ്റെ കൂടെ ബേസിക് 9,40,000. അപ്പോൾ 11,28,000 12% ഒരു എക്സംഷൻ കിട്ടും, ബാക്കി ടാക്സബിൾ. ഈസി, ഒന്നും ഡൗട്ടില്ല. പിന്നെ നമുക്കുള്ളത് പ്രൊഫഷണൽ ടാക്സ്. ഈ പ്രൊഫഷണൽ ടാക്സ് എന്താ ചെയ്യുക നമ്മൾ? പ്രൊഫഷണൽ ടാക്സ് നമുക്ക് പിന്നെ കുറയ്ക്കാൻ പറ്റുന്ന ഐറ്റാണ് അല്ലേ. നമ്മൾ ഡിഡക്ഷൻ നോക്കുകയാണെങ്കിൽ, ഇഫ് യു സീ ദ ഡിഡക്ഷൻ, നമുക്ക്
അല്ലേ, അതിൽ കാണാം പ്രൊഫഷണൽ ടാക്സ്. പക്ഷെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇഫ് ദ പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയർ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അത് സാലറി ആഡ് ചെയ്യണം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ലെസ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഒരുമിച്ച് കാണിച്ചു തരാം. പ്രൊഫഷണൽ ടാക്സ് ടോട്ടൽ 2200 അതിൽ 1800 എന്ത് ചെയ്തു, എംപ്ലോയി കൊടുക്കേണ്ട പ്രൊഫഷണൽ ടാക്സ് എംപ്ലോയർ കൊടുത്തു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആ 1800 നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അല്ലേ. അപ്പോൾ 1800 നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ആഡ് ചെയ്യണം കേട്ടോ. എവിടെയായിരുന്നു കൺവെൻസ് ഓക്കെ നിൽക്കണ്ടേ. ഓക്കെ, പ്രൊഫഷണൽ ടാക്സ് 1800 ആഡ് ചെയ്യണം. പക്ഷേ എത്ര കുറയ്ക്കാം, നമുക്ക് 2200 കുറയ്ക്കാൻ പറ്റും. കാരണം 1800 നമ്മൾ ആഡ് ചെയ്യണം, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 2200 നമ്മൾ കൊടുത്ത പ്രൊഫഷണൽ ടാക്സ് നമ്മൾ ഫുള്ളായിട്ട് മൈനസ് ചെയ്തു, അല്ലേ, ഫുള്ളായിട്ട് ലെസ് ചെയ്തു. ഓക്കെ, പിന്നെ അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ്, HRA നമുക്കറിയാം എങ്ങനെ എക്സംഷൻ 16000 പെർ മന്ത് ആണ് HRA കിട്ടിയത്. 17000 പെർ മന്ത് എന്ത് ചെയ്തു, നമ്മൾ റെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എക്സംഷൻ കണ്ടെത്തുക, ഒന്നെങ്കിൽ ആദ്യം ടോട്ടൽ HRA എത്രയാണ് വരുവാൻ, ടോട്ടൽ HRA റിസീവ്ഡ് 1,92,000 എന്ന് വെച്ചാൽ നമ്മുടെ 16000 × 12, അല്ലേ. അപ്പോൾ 16000 × 12 പറയുമ്പോൾ എത്രയാണ്, 1,92,000. അത് എക്സംഷൻ കിട്ടുക ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ്. ഏതാ ലിസ്റ്റ് ഓഫ് ദി ഫോളോയിങ്, ഒന്നെങ്കിൽ HRA റിസീവ്ഡ് ഈ 1,92,000 തന്നെയാണ് വരിക. പിന്നെ റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി മീൻസ് എന്താണ്, ബേസിക് പ്ലസ് DA പ്രൊവൈഡ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ 10% ഓഫ് റെൻറ്റ് മൈനസ്, അല്ലേ, അപ്പോൾ 91,200. പിന്നെ 40% ഓഫ് ദി ബേസിക് സാലറി എത്ര വരിക, നമ്മളുടെ 11,28,000 40%. അത് ഞാൻ ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അല്ലേ. അത് ഞാൻ എൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതിൽ വിച്ച് ഇസ് ലോവർ 91,200 ആണ് ലോവർ ഇടുക. അപ്പോൾ നമുക്ക് എക്സംഷൻ ബാക്കി ഉള്ളത് ടാക്സബിൾ ആവും. അതൊക്കെ ഈസി അല്ലേ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. പിന്നെ കൺവെയൻസ് അലവൻസ്. ഈ കൺവെയൻസ് അലവൻസ് ഏത് അലവൻസ് പറയും, കൺവെയൻസ് അലവൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഒരു സ്പെഷ്യൽ അലവൻസസ് ആണ്, അല്ലേ, സ്പെഷ്യൽ അലവൻസസ്. ഓക്കെ, എഴുതുന്നു. Where is that everyone? Where is that? Conveyance allowances. Okay. Okay. കൺവെൻസ് അല്ല. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സ്പെഷ്യൽ അലവൻസ് നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 2 കാറ്റഗറി ആയിട്ട് നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ കൺവെൻസ് അലവൻസിൻ്റെ കേസിൽ ഇവിടെ എങ്ങനെ എക്സംഷൻ, നോ ലിമിറ്റ് ഓൺ എക്സംഷൻ, ഓൺലി കണ്ടീഷൻ എന്താണ്, ഫുൾ എമൗണ്ട് ടു ബി യൂട്ടിലൈസ്ഡ്. ഇഫ് എനി എമൗണ്ട് അൺയൂട്ടിലൈസ്ഡ് ദാറ്റ് വിൽ ബി ടാക്സബിൾ. അത്രേ ഉള്ളൂ, അല്ലേ. അതാണ് അതിൻ്റെ തിയറി. അപ്പോൾ നമുക്കറിയാം കൺവെൻസ് അലവൻസ് 1500 പെർ മന്ത് ആണ്, ടുവേർഡ്സ് ആക്ച്വൽ റീഇംബേഴ്സ്മെൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഫുൾ എമൗണ്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ടാക്സബിൾ അല്ല. അപ്പോൾ കൺവെൻസ് ഇസ് നോട്ട് ടാക്സബിൾ, അല്ലേ, കൺവെൻസ് ഇസ് നോട്ട് ടാക്സബിൾ. അപ്പോൾ അതും കഴിയും. പിന്നെ നമുക്കുള്ളത് അടുത്തെന്താണ്, ലോൺ 2 lakh was taken from the employer on for medical treatment of his brother for tuberculosis treatment. ഇൻട്രസ്റ്റ്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു പെർക്വിസിറ്റ് ആണ് ശരിക്കും, അല്ലേ, പെർക്വിസിറ്റ് ആണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ പെർക്വിസിറ്റിൻ്റെ കേസിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഓക്കെ, ഇൻട്രസ്റ്റ് ഓർ കൺസെഷൻ ലോൺ. അപ്പോൾ അതിൽ നമുക്കറിയാം SBIൻ്റെ റേറ്റുമായിട്ടൊക്കെ തന്നെ നമ്മൾ കമ്പയർ ചെയ്യുക, അതൊക്കെ ശരിയാണ്. പക്ഷേ സ്പെസിഫിക് ഡിസീസ് ആണെങ്കിൽ, ഇതൊരു ട്യൂബർകുലോസിസ് സ്പെസിഫിക് ഡിസീസ്, അല്ലെങ്കിൽ ക്യാൻസർ അങ്ങനത്തെ സ്പെസിഫിക് ഡിസീസ് ആണെങ്കിൽ നോ പെർക്വിസിറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ആ ലോണിൻ്റെ കേസ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എവിടെയായിരുന്നു, ഇൻട്രസ്റ്റ് ലോൺ, അല്ലേ, അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത് സ്പെസിഫിക് ഡിസീസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എന്താ പറയുക, ഫ്രീ എഡ്യൂക്കേഷൻ. Free education was provided to sister of Mr. Ashwin in a school owned by the company. Okay, the cost of such education is 900 per month. No amount was recovered. See, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എഡ്യൂക്കേഷൻ്റെ കേസിൽ, ഫ്രീ എഡ്യൂക്കേഷൻ്റെ കേസിൽ ഫാമിലി മെമ്പേഴ്സ് ഓഫ് ദി എംപ്ലോയി ആണെങ്കിൽ ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ നമ്മൾ ഇപ്പം ക്വസ്റ്റ്യനുള്ള ഓൺ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ചൈൽഡിനാണെങ്കിലാണ് 1000 പെർ മന്ത് വരെ എക്സംഷൻ കിട്ടുക, അതേഴ്സിനാണെങ്കിൽ നോ എക്സംഷൻ, ഫുൾ എമൗണ്ട് എന്തായിരിക്കും നമ്മളുടെ കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവരുത്, 1000 താഴെയാണെങ്കിലും അത് ടാക്സബിൾ ആണ്. കാരണം ആർക്ക് മാത്രമാണ് എക്സംഷൻ കിട്ടുക, ഓൺലി ഫോർ ദ ചൈൽഡ്. അപ്പോൾ അതുകൊണ്ട് ഫുള്ളി ടാക്സബിൾ ആണ്, അല്ലേ. ഓക്കെ, അപ്പോൾ പ്രൊവിഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഫുള്ളി ടാക്സബിൾ. പിന്നെ അടുത്തത് എന്താണ്, ലീവ് ട്രാവൽ കൺസെഷൻ ഗിവൺ ടു അൻഷുൽ ആൻഡ് ഹിസ് വൈഫ് ആൻഡ് 3 children, 1 daughter ആൻഡ് 6 ആൻഡ് twin sons aged 4. നമുക്ക് എല്ലാവർക്കും അറിയാം മൾട്ടിപ്പിൾ ചൈൽഡ് ആഫ്റ്റർ സിംഗിൾ ചൈൽഡ്. ആദ്യം 6 വയസ്സുള്ളൊരു കുട്ടി ഉണ്ടായി, പിന്നെ ട്വിൻസ് ഉണ്ടായി, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അവർ നമുക്ക് ഈ 2 പേരെയും നമ്മൾ ഒരു കുട്ടിയായിട്ട് കണക്കാക്കുക, അല്ലേ. എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, 2 കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റുക,
അതിൽ പറയുന്നുണ്ട് ഈ 2 കുട്ടികൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒരു കുട്ടി ഉണ്ടായി, പിന്നെ മൾട്ടിപ്പിൾ ചൈൽഡ് ഉണ്ടായാലും കുഴപ്പമില്ല, നമുക്ക് എല്ലാവരും കൊണ്ടുപോകാം. അപ്പോൾ അതുകൊണ്ട് കോസ്റ്റ് ഓഫ് എയർ ടിക്കറ്റ് എക്കണോമിക് ക്ലാസ് ആണ്, റീഇംബേഴ്സ് ബൈ ദ എംപ്ലോയർ 20,000 ഫോർ അഡൽട്ട് ആൻഡ് ലംസം ഓഫ് 25,000 ഫോർ 3 ചിൽഡ്രൻ. ഓക്കെ, ആൻഡ് ഷീസ് എലിജിബിൾ ഫോർ അവൈലിംഗ് എക്സംഷൻ. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് കിട്ടും, അത് എക്സംഷൻ കിട്ടും, ലീവ് ട്രാവൽ കൺസെഷൻ്റെ എക്സംഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുള്ളി എക്സംപ്റ്റ് ആണ്. കാരണം ലീവ് ട്രാവൽ കൺസെഷൻ്റെ എക്സംഷൻ എത്രയാണ്, എങ്ങനെയാണ് LTCൻ്റെ എക്സംഷൻ കണ്ടെത്തുക? LTCൻ്റെ എക്സംഷൻ ഇതാണ്, ലീവ് ട്രാവൽ കൺസെഷൻ. അതിൻ്റെ എക്സംഷൻ എത്രയെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ എയർ ഫെയർ ആണെങ്കിൽ എക്കണോമിക് ഫെയർ എത്രയാണോ എംപ്ലോയർ നമുക്ക് തിരിച്ചിരുന്നത് അത് ഫുൾ എക്സംപ്റ്റ് ആണ്. ഇവിടെ എക്കണോമിക് ഫെയർ ആണ്, അതുകൊണ്ട് ഫുള്ളി എക്സംപ്റ്റ് ആണ്. സോ ഇറ്റ്സ് വെരി ഈസി ടു കമ്പ്യൂട്ട്. അപ്പോൾ നമുക്ക് ഗ്രോസ് സാലറി കിട്ടി. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു പ്രൊഫഷണൽ ടാക്സ് നമ്മൾ നേരത്തെ കുറച്ചു, സ്റ്റാൻഡ് ഡിഡക്ഷൻ കുറച്ചു, ടാക്സബിൾ സാലറി. ഈസി അല്ലേ? ഓക്കെ, സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ. Current resident aged 50 years furnish the following information for the year ended 31/3/2024. സാലറി എന്നിട്ടുണ്ട്, ഇൻകം ഫ്രം HP ഉണ്ട്, ഇൻട്രസ്റ്റ് ലോൺ, അങ്ങനെ കുറേ സംഭവമുണ്ട്. ഇൻകം ഫ്രം സെയിൽ ഓഫ് റബ്ബർ പ്രൊഡക്റ്റ് ഉണ്ട്, ബിസിനസ് ഇൻകം ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. കമ്പ്യൂട്ട് കറൻറ്റ് ടോട്ടൽ ഇൻകം അണ്ടർ ഡീഫോൾട്ട് റെജീം. അപ്പോൾ ഇത് ഡീഫോൾട്ട് റെജീമാണ് അല്ലേ, 115 BAC ആണ്. 115 BAC ആണ്. അപ്പോൾ 115 BAC ആണെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ കുറച്ച് തിയറി മനസ്സിലാക്കണം. 115 BAC ആണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് നമുക്ക് നോക്കാം. 115 BAC ആണെങ്കിൽ ഒരു ഈ പറഞ്ഞ ഒന്നതിൻ്റെ സ്ലാബ് റേറ്റ് മനസ്സിലാക്കുക, പിന്നെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. അതിൽ മെയിനായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ എന്താ പറയുക, സാലറിയിൽ സ്റ്റാൻഡ് ഡിഡക്ഷൻ കിട്ടും കേട്ടോ. ഇത് നേരത്തെ കിട്ടിയിരുന്നില്ല, ഇപ്പോൾ കിട്ടും, അതാണ് ഞാൻ വെട്ടിയത് അല്ലേ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് HP സെൽഫ് ഒക്കുപ്പേണ്ട ഇൻട്രസ്റ്റ് മാത്രമേ കുറയ്ക്കാൻ പറ്റൂ, ബാക്കിയെല്ലാം ഇൻട്രസ്റ്റും കുറയ്ക്കാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു പ്രശ്നം അവർക്കുള്ളതെന്ന് വെച്ചാൽ HP ലോസ് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റൊരു ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. HP ലോസ് വിത്തിൻ ഹെഡ് പറ്റും, പക്ഷെ മറ്റൊരു ഇതുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ ഇനി അത് ചെയ്യുന്ന സമയത്ത് പറയാം. ഇപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, സാലറി അല്ലേ, ഫസ്റ്റ് വൺ സാലറി. ഓക്കെ, നോക്കാം സാലറി. ഓക്കെ, ഗ്രോസ് സാലറി 2,75,000. ഇത് ഗ്രോസ് സാലറി ആണ് അല്ലേ, സാലറി ഗ്രോസ് ആണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാൻഡ് ഡിഡക്ഷൻ കുറയ്ക്കുക, അല്ലെ സ്റ്റാൻഡ് ഡിഡക്ഷൻ കുറച്ചു. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഇൻകം ഫ്രം HP ആണ്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്താ കാരണം, ഞാൻ പറഞ്ഞു അവിടെ നിങ്ങൾ 115 BAC ചൂസ് ചെയ്യുകയാണെങ്കിൽ സെൽഫ് ഒക്കെ പ്രോപ്പർട്ടിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നുള്ളത് എന്തായിരുന്നു, ഇൻകം ഇത് എന്താണ്, ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയാണ്. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ലോസ് ഉണ്ട്, പക്ഷെ ഞാനിപ്പോൾ കാണിച്ചു തന്നു, ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിൻ്റെ ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റൊരു ഒരു HP ലോസ് മറ്റൊരു ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതാണ് 115 BAC കേട്ടോ. 115 BAC മാത്രം പ്രശ്നം. നോർമലാണ് നമുക്ക് എന്ത് ചെയ്യാം, മറ്റു ഹെഡുമായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം അപ് ടു 2 lakh. പക്ഷേ ആ 2 lakh നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 115 BAC നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അടുത്ത ഇനി HP ഇൻകം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് മൈനസ് ചെയ്യാം എന്നും അല്ലാതെ മറ്റൊരു ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെടുക്കാൻ പറ്റില്ല, ഇതെടുക്കാൻ പറ്റില്ല. സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി ഇൻട്രസ്റ്റ് എടുക്കാനേ പറ്റില്ല 115 BAC. അപ്പോൾ HP നമുക്കൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്, HP-ൻ്റെ കേസ് നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, അത് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ HP കഴിഞ്ഞു. ഇനി PGBP. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞു. ഇനി PGBP-ൽ സെയിൽ ഓഫ് റബ്ബർ നമുക്കറിയാം, റബ്ബറിൻ്റെ 35% അല്ലേ, അപ്പോൾ 2 lakhന് 35 എടുക്കുക. ഓക്കെ, അപ്പോൾ 70,000. ഓക്കെ, 75. ബാക്കി അഗ്രികൾച്ചറിൽ കാണുന്നത് എക്സംപ്റ്റ് ആണ്. പിന്നെ ബിസിനസ് ഇൻകം റീറ്റെയിൽ അത് നമ്മൾ ആഡ് ചെയ്യാം. പിന്നെ ഹോൾസെയിൽ ബിസിനസ് അതൊക്കെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും കേട്ടോ, അപ്പോൾ ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ് അതും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും നമുക്ക്. അതിനൊന്നും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ 1,20,000 സെറ്റ് ഓഫ് ഹോൾസെയിൽ ബിസിനസ് ലോസ് തന്നിട്ടുണ്ട് 1 lakh അല്ലേ. പിന്നെ ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ് ഉണ്ട്, അത് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാലൻസ് നമുക്ക് എന്ത് ചെയ്യാം, അത് ക്യാരി ഫോർവേഡ് ചെയ്യാം. അപ്പോൾ അതിലൊന്നും 115 BAC അതിലൊന്നും റെസ്ട്രിക്ഷൻ ഇല്ല, എല്ലാത്തിനും റെസ്ട്രിക്ഷൻ ഉണ്ട് വിചാരിക്കരുത്. അപ്പോൾ ആ റെസ്ട്രിക്ഷനുള്ളത് മാത്രം പഠിക്കുക, അപ്പോൾ അതിൽ സെറ്റ് ഓഫിനൊന്നും പ്രശ്നമില്ല. ഓക്കെ, പിന്നെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിന്ന് നമ്മൾ ഈ 2 ലോസും കുറച്ചു, അതിന് യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഇനി വേറെ ഡൗട്ട് വരുന്നത് നിങ്ങൾക്ക് ഈ 1,35,000 നമുക്ക് 1,35,000 ആണ് ബ്രോഡ് ഫോർവേഡ്, പക്ഷെ അതിൽ 90,000 മാത്രമേ സെറ്റ് ഓഫ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 45,000 ഈ 45,000 വേറെ ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ക്യാരി ഫോർവേഡ് ചെയ്ത ലോസ് അതേ ഹെഡുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്താണ്, ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം AB ഇന്ത്യൻ കമ്പനി. അപ്പോൾ അഗ്രികൾച്ചർ അപ്പോൾ ഡിവിഡൻഡ് ആകുമ്പോൾ നമുക്ക് ഉറപ്പാണ്, നമുക്കറിയാം അത് IFOs ഇൻകം ആണ് അല്ലേ. അതിന് മുമ്പ് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. അപ്പോൾ ഡിവിഡൻഡ് എന്താണ്, ഡിവിഡൻഡ് IFOs ഇൻകം ആണ്. ഓക്കെ,
പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഒരു ഇമ്പോർട്ടൻ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഈ ഡിവിഡൻഡ് ഉണ്ടല്ലോ, ഡിവിഡൻഡിൻ്റെ കേസിൽ 194 പ്രകാരം TDS കട്ട് ചെയ്ത എമൗണ്ട് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. 13,500 എന്നുള്ളത് 10% TDS കട്ട് ചെയ്ത എമൗണ്ട് ആയിരിക്കും. ഇപ്പോൾ ഡിവൈഡ് ബൈ 90 × 100 ചെയ്യണം കേട്ടോ. 15,000 നമ്മൾ എഴുതേണ്ടത് കേട്ടോ, 15,000. കാരണം TDS കട്ട് ചെയ്ത എമൗണ്ടാണ് നമുക്ക് കിട്ടുക. ലോട്ടറി വിന്നിങ് 45,000 അല്ലേ, ലോട്ടറി വിന്നിങ് 45,000. അപ്പോൾ അവിടെയൊന്നു ലോട്ടറി വിന്നിങ് ഇത് ഗ്രോസ് ആണ് എന്ന് വെച്ചാൽ TDS കട്ട് ചെയ്യാത്ത എമൗണ്ട് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി അത് എഴുതിയാൽ മതി, അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്യണം. ഓക്കെ, പിന്നെ അടുത്തെന്താണ്? ഓക്കെ, പിന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഫ്രം സെയിൽ ഓഫ് ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, STT പെയ്ഡ് ഓൺ സെയിൽ ഓഫ് പർച്ചേസ്. ഓക്കെ, അപ്പോൾ ഇത് ലിസ്റ്റഡ് ഷെയർസ് ആണ്, ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്യാപിറ്റൽ ഗെയിനിൽ വരും ക്യാപിറ്റൽ ഗെയിൻ അല്ലേ, ക്യാപിറ്റൽ ഗെയിനിൽ STT പെയ്ഡ് 2 lakhs. ഓക്കെ ഫൈൻ, അപ്പോൾ അതിൽ ഡൗട്ടില്ല. പിന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, നമുക്കത് മൈനസ് ചെയ്യാം അല്ലേ, അതിന് യാതൊരു കുഴപ്പമില്ല. നമുക്ക് ലോങ് ടേം നിന്ന് ഷോർട്ട് ടൈം കുറയ്ക്കാൻ പറ്റും, നേരെ തിരിച്ചാൽ പറ്റാത്ത, അപ്പോൾ നമുക്കത് കുറയ്ക്കാൻ പറ്റും, നോ ഇഷ്യൂസ്. പിന്നെ ഉള്ളത് എന്താണ്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലേ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ഷെയർസ് ആണ്. അത് നമ്മൾ ഓൾറെഡി നമ്മൾ കുറച്ചു. പിന്നെ അടുത്തത് എന്താണ് പറയൂ, അപ്പോൾ അത് സെറ്റ് ഓഫ് ചെയ്തു. പിന്നെ അടുത്തത് നെക്സ്റ്റ് വൺ ഇൻകം ഓഫ് മൈനർ സൺസ് എന്താണ് വിത്ത് സ്പെഷ്യൽ ടാലൻറ്റ്. അത് നമ്മൾ ക്ലബ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം നമ്മൾ 80U ഉള്ള ആളുകൾ ഇത് ക്ലബ് ചെയ്യാൻ പാടില്ല, നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ ഉള്ളത് എന്താണ് പറയൂ, ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് റിസീവ്ഡ് ബൈ രാജു ഓൺ ഡെപ്പോസിറ്റ് മെയ്ഡ് ഔട്ട് ഓഫ് ഹിസ് സ്പെഷ്യൽ ടാലൻറ്റ്. ഓക്കെ, അത് നമുക്കറിയാം. നമ്മളുടെ എന്താ പറയുക, ഈ സ്പെഷ്യൽ ഇത് സ്പെഷ്യൽ ടാലൻറ്റ്, ഞാൻ മറ്റേ 80U പറഞ്ഞല്ലേ, 80U അല്ല, സ്പെഷ്യൽ ടാലൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, ക്ലബ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഓഫ് കോഴ്സ് ക്ലബ് ചെയ്യണം. പക്ഷേ നമുക്കൊരു എന്താ പറയുക, ലെസ് എക്സംഷൻ 1500 നമ്മൾ 115 BS വേറെ പ്രശ്നം ഞാൻ കാണിച്ചു തരാം. 115 BS എന്ത് കിട്ടൂല, നമ്മളുടെ ക്ലബിങ്ങിൻ്റെ 1500 എക്സംഷൻ കിട്ടൂല. അതുകൊണ്ടാണ് നമ്മൾ കുറയ്ക്കാതെ കേട്ടോ, 1500 കുറയ്ക്കാൻ പറ്റൂലേ. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, സ്പെഷ്യൽ ഇൻകം വഴി കിട്ടുന്നത് നമ്മൾ ക്ലബ് ചെയ്യേണ്ട ആവശ്യമില്ല, സ്പെഷ്യൽ ടാലൻറ്റ് വഴി കിട്ടുന്ന ക്ലബ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ സ്പെഷ്യൽ ടാലൻറ്റ് വെച്ചിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു, ഡെപ്പോസിറ്റ് കിട്ടുന്ന ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഓഫ് കോഴ്സ് നമ്മൾ ക്ലബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഗ്രോസ് ടോട്ടൽ ഇൻകം. ഇനി അത് എന്താണ്, ATC ഒന്നും കിട്ടില്ല, കാരണം 115 BS നോ ATC, നത്തിങ്, ഒന്നും കിട്ടില്ല. അപ്പോൾ ഈ NSCയിൽ ഡെപ്പോസിറ്റ് ചെയ്തു പറഞ്ഞല്ലേ, NSC അത് ATC ആണ്, പക്ഷേ കിട്ടൂല, 115 BS ആയതുകൊണ്ട് കിട്ടൂല. അത്രേ ഉള്ളൂ, ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ അല്ലേ? ഓൾ ഓഫ് ക്ലിയർ? യെസ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഓക്കെ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇനി 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് അത്യാവശ്യം നമുക്ക് വലിയൊരു ക്വസ്റ്റ്യൻസ് ആണ്, കാരണം അതിൽ 2 വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം, അതായിരിക്കും ബെറ്റർ. ഓക്കെ, യെസ്.